هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി മുമ്പിലെത്തി നിൽക്കുന്ന പുണ്യ ദിനരാത്രങ്ങളെ അതർഹിക്കുന്ന ആദരവോടും ബഹുമാനത്തോടും കൂടി സ്വീകരിക്കുകയും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിച്ച അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായി ഖുർആൻ പാരായണങ്ങളും രാത്രി നമസ്കാരങ്ങളുമൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് വരും നാളുകൾ ധന്യമാക്കി തീർത്ത് കൂടുതൽ നന്നായി ജീവിച്ച് സ്വർഗം നേടുവാൻ പരിശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ആദ്യമേമാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാക്കും റമളാൻ. പ്രവാചക തിരുമേനി റമളാനിൻ്റെ തൊട്ട് മുമ്പിൽ ആളുകൾ ഉത്ബോധിപ്പിച്ചിരുന്ന സംഗതി ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. നിങ്ങളുടെ മുമ്പിൽ ഒരു അനുഗ്രഹീത മാസം കുടവിരിച്ചിരിക്കുന്നു, തണൽ വിരിച്ചിരിക്കുന്നു. ആ മാസത്തെക്കുറിച്ച് ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായൊരു മാസമാണ്. എന്നിട്ട് അതിൻ്റെ പോരിശകൾ അങ്ങനെ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആ മാസത്തിൽ നോമ്പ് നോൽക്കണമെന്ന് ഫർളാക്കിയിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ കുട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന പൈശാചികമായ ചിന്തകൾക്ക് കുറേയൊക്കെ കൂച്ചുവിലങ്ങെടുപ്പെടുന്ന ഒരു മാസം, പിശാചികൾ ചങ്ങലക്കിടുന്ന മാസം. ഒരു രാവതിലുണ്ട്, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ. അതിൻ്റെ നന്മ ആർക്ക് നിഷേധിക്കപ്പെടുന്നുവോ, അഥവാ ആ മാസത്തിൽ പുണ്യം കരഗതമാക്കുവാനും അതിൻ്റെ ഹുർമത്ത് നേടിയെടുക്കാനും സാധിക്കാതെ പോകുന്ന ആളുകൾ നശിച്ചത് തന്നെ എന്ന് പ്രവാചകൻ ഓർമ്മിപ്പിച്ചിരുന്നു. അത്രയും കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാനിന് മുമ്പ് മനസ്സിൽ വെക്കാനുള്ളത്. ആർക്ക് അത് ഗുണപരമായി മാറ്റിയെടുക്കുവാനും അവനവന് അനുകൂലമാക്കാനും സാധിക്കുന്നില്ല എങ്കിൽ അതിനേക്കാൾ ഒരു വലിയ നഷ്ടം ആയുഷ്കാലത്തിനിടയിൽ സംഭവിക്കാനില്ല. എല്ലാ നല്ല കാര്യങ്ങളും, ഒരുപാട് നന്മകൾ, അല്ലാഹുവിന് ഏറെ പ്രിയപ്പെട്ട നോമ്പ്, അസ്സൗം ലീ വ അന അജ്സീ ബിഹി, ഞാനാണ്, എനിക്കുള്ളതാണ് നോമ്പ്. ബാക്കിയുള്ള ആരാധനകളൊക്കെയും നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കാണ് ചെയ്യുന്നതെങ്കിലും നോമ്പിനെ കുറിച്ച് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയുന്നുണ്ട്. നോമ്പ്, നമസ്കാരം, പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഖുർആനുമായിട്ടുള്ള ബന്ധം, ഖുർആൻ അധികമായി ഉള്ള പാരായണം, അങ്ങനെ ഒരുപാട് നന്മകൾ, ഇഹ്സാനുകൾ, ബിർറുകളൊക്കെ ചെയ്യാൻ കിട്ടുന്ന അസുലഭ മുഹൂർത്തം. ആ സംഗതിയെ ഉപയോഗപ്പെടുത്താനാവാതെ ഒരു സാധാരണ മാസം പോലെ കടത്തിവിട്ടാൽ അതിനേക്കാൾ വലിയ നഷ്ടകാരികൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ റമളാൻ, കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, പോരായ്മകൾ പരിഹരിക്കപ്പെടാനാണ് എന്ന ബോധമുണ്ടാവണം. റമളാൻ ഇല റമളാൻ മുകഫിറാത്ത് മാ ബൈനഹുന്ന, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള
സംഗതികളൊക്കെ പുറത്തു തരും അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ നിബന്ധന പക്ഷെ വെക്കുന്നുണ്ട്, ഇദാ ഇജ്തനബൽ കബായിർ, അയാൾ വൻ കുറ്റങ്ങൾ ചെയ്ത ആളാകരുത്, വൻ പാപങ്ങളുള്ള ആളാകരുത് എന്ന്. അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അവകാശികളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നരകാവകാശികളല്ലാതെ സ്വർഗാവകാശികളാക്കി മാറ്റുന്നതും അങ്ങനെയാണ്. നമുക്കൊരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാനുണ്ട്, റമദാനിനും ചെയ്യാനുണ്ട്. ഒന്ന്, പരിശുദ്ധമായ ഒരു മാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അതാണ് ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നവുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഭവം. പ്രവാചകന്റെ സദസ്സിൽ ഈ സംഗതി എത്തിയപ്പോ പ്രവാചകൻ അതിന് നൽകിയ വിശദീകരണമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത്. രണ്ടാളുകൾ മുസ്ലിമീങ്ങളായി. അവർ രണ്ടുപേരും ഇസ്ലാമിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിലൂടെ മുമ്പോട്ട് പോയി. ഈ ജിഹാദിനിടയിൽ ഒരാൾ രക്തസാക്ഷിയായി. അയാൾക്ക് ശേഷം പിന്നെയും ഒരു വർഷം അയാളുടെ മറ്റേ സുഹൃത്ത് ജീവിച്ചു. ഈ സംഭവത്തിൽ ഈ സ്വപ്നത്തിൽ വരുന്നത്, സ്വർഗത്തിലേക്ക് ആദ്യം വിളിക്കപ്പെടുന്നത് ഈ ഷഹീദായ മനുഷ്യനെയല്ല, മറ്റേയാളെയാണ് എന്ന അതൊരു ചർച്ചയായി മദീനയിൽ. അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ അത് ആ ചർച്ച പ്രവാചകന്റെ സന്നിധിയിലേക്ക് പോയി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലൈസ ഖദ് മകത ഹാദാ ബഅദഹു സന, അദ്ദേഹം ഷഹീദായി പോയതിന് ശേഷം അയാൾ ഒരു വർഷവും കൂടി ഇവിടെ ജീവിച്ചു എന്നത് നേരാണോ? അതെ. അദ്റക റമളാൻ, അപ്പൊ അദ്ദേഹത്തിന് ഒരു റമളാൻ മാസവും കിട്ടിയിട്ടുണ്ട് എന്നത് ശരിയാണോ? അതെ. ഫസാമ വസല്ല കദ വകദ മിൻ സജദത്തിൻ ഫിസ്സന, അങ്ങനെ അദ്ദേഹം ഒരു റമളാനും പിന്നെ ആ റമളാൻ വരെയുള്ള പിന്നെ ജീവിച്ചു പറയുന്ന കുറച്ച കാലവും ആ കാലവും അദ്ദേഹം ഇബാദത്തുകളിൽ മുഴുകി എന്നതും ശരിയല്ലേ? ഒരു റമളാൻ അദ്ദേഹത്തിന് ലഭിക്കുക എന്നത് ഈ വളരെ ആകാശഭൂമികൾക്കിടയിൽ ഒത്ര അകലത്തിന്റെ അന്തരമുണ്ടതിൽ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. റമളാൻ അങ്ങനെ വളരെയേറെ ഗൗരവത്തോടുകൂടി, വളരെയേറെ ബഹുമാനത്തോടുകൂടി, വളരെയേറെ ആദരവോടും അങ്ങേയറ്റത്തെ എന്താ പറയാ മനസ്സിൽ വല്ലാത്ത സ്ഥാനം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ സ്വീകരിക്കാൻ. അതിങ്ങനെ ഒരു തർക്ക വിഷയമായി കയറിക്കൂടുകയും പിന്നെ അതിനെക്കുറിച്ച് തർക്കിക്കുകയും പിന്നെ റമളാൻ മുഴുവനും അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യാവുന്ന ഇഷ്യൂസ് ആളുകൾ ഇന്നലെയും എന്നുമായിട്ട് വരുന്നുണ്ട്. ഒരു റമളാൻ പോലും മര്യാദയ്ക്ക് മനസ്സമാധാനത്തോടു കൂടി ആചരിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വന്നുപെട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഒന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യന് സമാധാനപൂർവ്വം അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ശറഅ് നിശ്ചയിച്ചത് അതിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വെക്കേണ്ട ചില ലളിതമായ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട് ആരാണ് നോമ്പെടുക്കേണ്ടത്? നോമ്പെടുക്കുന്നവൻ മുസ്ലിമാവണം. ഒരു കാഫിർ നോമ്പെടുക്കേണ്ടതില്ല. ഒരു കാഫിർ ഇപ്പോ മുസ്ലിമായി എങ്കിൽ അയാൾ കഴിഞ്ഞ നോമ്പൊക്കെ വീട്ടണോ? അങ്ങനെയുമില്ല. ഈ ഹുക്മ് നമുക്കറിയാം. പക്ഷെ അതിന്റെ ഇടയിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാത്ത് ഫമൻ തറകഹ ഫഖദ് കഫർ എന്നൊരു നിർദ്ദേശമുണ്ട് ഇസ്ലാമിന്. വളരെ ഗൗരവത്തിൽ ആളുകൾ പഠിക്കേണ്ട, എന്നാൽ ഈ വളരെ നിസ്സാരമായി ആ വിഷയം ആളുകൾ കാണുകയും ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. കാഫിറിനും മുസ്ലിമിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമസ്കാരം നിലനിർത്തുക എന്നതാണ്. എപ്പോഴെങ്കിലും നമസ്കരിക്കുക എന്നല്ല, നമസ്കാരം കൃത്യമായി നിലനിർത്തുക എന്നതാണ്. ഫമൻ തറകഹ, മനഃപൂർവ്വം നമസ്കരിക്കാതിരുന്നാൽ ഫഖദ് കഫറ, കാഫിറായി പോകും. തൗഹീദ് ശരിയാവുകയും വിശ്വാസം ക്രമപ്പെടുത്തുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുടെ മേലാണ് ഈ നോമ്പ് നിർബന്ധമാകുന്നത് എന്ന് നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിൽ വെക്കണം. കൃത്യത വരുത്തണം ഈ രണ്ട് കാര്യങ്ങളിൽ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഭ്രാന്തന്മാരായ ആളുകൾ നോമ്പ് നോൽക്കേണ്ടതില്ല. ബുദ്ധിഭ്രംശം സംഭവിച്ചു പോയ ആളുകൾക്ക് നോമ്പില്ല. അവർ നോമ്പ് നോറ്റുവിട്ടേണ്ടതുമില്ല, ഫിദിയ കൊടുക്കേണ്ടതുമില്ല. മറ്റൊന്ന് പ്രായം തികയുക എന്നതാണ്. പ്രായപൂർത്തിയായവർക്കേ നോമ്പ് നിർബന്ധമുള്ളൂ. എന്നാൽ കുട്ടികളായ ആളുകളെ നോമ്പ് നോറ്റ് ശീലിപ്പിക്കണം. അങ്ങനെ ശീലിപ്പിക്കാതിരുന്നാൽ പിന്നീട് അവർ നോമ്പ് നോൽക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോമ്പ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് സഹാബത്ത് പറയുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് ലുഅ്ബാത്തുകൾ, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, കളിക്കോപ്പുകൾ. എന്നിട്ട് അവരെ അതിന്മേൽ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കി നിർത്തും.
എന്നിട്ട് അവരെ ആ നോമ്പ് പൂർത്തിയാക്കാൻ ഞങ്ങൾ സഹായിക്കുമെന്ന് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ വീട്ടിലെ കുട്ടികളോട് അമിതമായ ലാളനയും ഓമനയും ചില മാതാക്കൾക്ക് ഈ കാലഘട്ടത്തിലാണ് ഉണ്ടാവുക. നോമ്പ് നോറ്റാൽ അത് ക്ഷീണിച്ചു പോവോ, വൈകിപ്പോവോ, ആയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ മാറ്റരുത്. അവരെ ശീലിപ്പിക്കേണ്ട ഒരു സംഗതി ഉണ്ടാവണം. അവർക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ എന്ന് തിരിച്ചു ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയായിരിക്കും ഉത്തരം. പക്ഷെ അവർ പിന്നെ എങ്ങനെയാണ് പ്രായം തികഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഒരു നോമ്പുകാരനാവാൻ 30 നോമ്പ് നിർബന്ധമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിന് സാധിച്ചു കൊള്ളണമെന്നില്ല. അങ്ങനെയാണ് പല മുതിർന്ന ആളുകളും നോമ്പ് കൃത്യമായി അനുഷ്ഠിക്കാതെ പോകുന്നത് എന്ന് മാതാപിതാക്കൾ മനസ്സിൽ വെക്കുക. നോമ്പ് അനുഷ്ഠിക്കാനുള്ള കഴിവുണ്ടാവുക എന്നത് നോമ്പ് നോൽക്കുന്നതിന്റെ ഒരു നിബന്ധനയാണ്. കഴിവില്ലാത്തവനോട് നോമ്പ് നോൽക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. നോമ്പ് അത് വിശദീകരിക്കേണ്ടതുണ്ട്. 1-2 കാറ്റഗറീസ് അതിലുണ്ടാവും. സ്ഥിരമായി കഴിവില്ലാത്തവരുണ്ടാകും, സ്ഥിരമായി നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ. അവർ വൃദ്ധന്മാരാണ്. പ്രായാധിക്യം കൊണ്ട് നോമ്പ് നോൽക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ രോഗം മൂലം നോമ്പെടുക്കാൻ കഴിയാത്ത ആളുകൾ. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി അതിന് കഴിവില്ലാത്ത ആളുകളാണ്. അവർ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന അല്ലാഹുവിന്റെ മതം. അവർ നോമ്പ് നോറ്റ് വീട്ടാനും കഴിയാത്തവരാണ്. അതുകൊണ്ട് അവർ നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യേണ്ടതില്ല. പകരം എന്ത് ചെയ്യണം? അവർ ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കണം, ഫിദിയ നൽകണം. ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്നതാണ് അള്ളാഹുവിന്റെ കിതാബ് കൃത്യമായി പറഞ്ഞത്. എന്ന വാക്കിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ കൃത്യം നിർവഹിക്കുക എന്നാണ് ആ വാക്കിനർത്ഥം. വളരെ അടുങ്ങേറായിക്കൊണ്ട് മാത്രമേ നോമ്പെടുക്കാൻ കഴിയൂ എങ്കിൽ എന്ന ഹുക്മിലേക്ക് അത്തരം ആളുകൾക്ക് മാറി നിൽക്കാവുന്നതാണ്. പ്രായമുള്ള ആണിനും പ്രായമേറിയ സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ്. ഫിദിയത്തുൻ തആമു മിസ്കീൻ. ഈ ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന് ആളുകൾ വളരെയേറെ ഇഷ്കാലുകൾ ഉണ്ടാവും, ചോദ്യങ്ങൾ ഇങ്ങനെ വരും. അത് ഷാഫി വീക്ഷണപ്രകാരം ഒരു മുദ്ദ് അങ്ങനത്തെ ഒരു അളവൊന്നും ഇന്നില്ല. താമു മിസ്കീൻ എന്ന് അവിടെ ഉണ്ടല്ലോ. ഫിദിയത്തുൻ താമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ഭക്ഷണം. ഒരു പാവപ്പെട്ടവന്റെ ഭക്ഷണം, അതിന്റെ എത്ര കാശ് വരും? അത് അവനവന്റെ നാട്ടിൽ എത്രയാണോ ഒരു നേരത്തെ ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ കാശ്, അതാണ് കൊടുത്താൽ മതി. അപ്പൊ അത് പലരും പലതാണല്ലോ പറയുന്നത്. പലരുടെയും ഭക്ഷണത്തിന് പല ചാർജാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ കണക്ക് കൂട്ടുക. ഒരാൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ അയാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഹോട്ടലിൽ കയറിയാൽ സാധാരണ നിലക്ക് ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മിസ്കീനിന്റെ ഭക്ഷണമാണ് കണക്കൂട്ടേണ്ടത്. അല്ലാതെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡിൽ കയറിയിട്ട് അയാൾ മുക്കറ്റം തിന്നുന്നതിന്റെ ബില്ലല്ല. അപ്പൊ അങ്ങനെയുള്ള ഖുർആനൊക്കെ അത് കൃത്യമായി വരച്ചിടുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില രോഗങ്ങൾക്ക് നോമ്പെടുക്കാൻ കഴിയാത്ത പശ്ചാത്തലം ഉണ്ടാവും. ആ രോഗം മാറൂല അടുത്ത റമദാൻ വരെ എന്ന് ഇപ്പൊ തന്നെ അറിയുമെങ്കിൽ അവർ ഈ ലിസ്റ്റിലേക്ക് മാറി നിൽക്കണം. തൽക്കാലം കഴിവില്ലാത്തവരാണ് സാധാരണ രോഗികൾ. ആ രോഗം ഒരുപക്ഷെ 2-3 മാസം കഴിഞ്ഞാൽ മാറിക്കിട്ടും. ഇപ്പൊ മരുന്ന് കുടിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ മരുന്ന് കുടിക്കേണ്ട അവസ്ഥ ഒന്നും കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അവർക്ക് നോമ്പെടുക്കാതിരിക്കാം. അവരിപ്പോ രോഗികളാണ്. അവരെന്ത് ചെയ്യണം? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ അത് നോമ്പ് നോറ്റ് വീട്ടുകയാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ അവർക്ക് ഇപ്പൊ റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കുവാനുള്ള ചോയ്സ് ഉണ്ട് എന്നാണ് ഈ സൂചിപ്പിക്കുന്നത്. രോഗം സുഖപ്പെട്ടാൽ നോമ്പ് നോറ്റ് വീട്ടണം, പ്രായശ്ചിത്തം കൊടുക്കേണ്ടതില്ല. ചില ആളുകൾ രണ്ടും കൂടി ചെയ്യും. അങ്ങനെ രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. നോമ്പ് നോൽക്കാൻ കഴിഞ്ഞാൽ ഫിദിയ കൊടുക്കുന്നു, പിന്നെ കുറെ കഴിഞ്ഞാൽ നോമ്പ് നോറ്റ് വീട്ടുക. ഈ സ്ത്രീകളുടെ ഭാഗത്താണ് ഈ പ്രശ്നങ്ങൾ വല്ലാതെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നോമ്പ് നോറ്റ് വീട്ടുന്നുണ്ടെങ്കിൽ ഫിദിയ കൊടുക്കേണ്ടതില്ല. ഫിദിയ കൊടുക്കേണ്ടതാരാ? നേരത്തെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളുകളാണ്. അവർ പിന്നെ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല. അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, നാട്ടിൽ താമസിക്കുന്നവനാവണം എന്നതാണ്. എന്ന് പറഞ്ഞാൽ യാത്രക്കാരന്റെ നോമ്പ് നിർബന്ധമില്ല എന്നർത്ഥം. നാട്ടിൽ നിന്ന് പുറത്ത് വേറെ ജോലി ചെയ്യുന്നവൻ നോമ്പെടുക്കേണ്ടെന്നല്ല. യാത്രയിലാണെങ്കിൽ യാത്രക്കാരന്റെ ഇളവുണ്ട്. അപ്പൊ ആ യാത്രയുടെ ദൂരം എത്രയാണ്, അതിന്റെ കോലം എത്രയാണെന്ന് ആളുകൾ ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്. ആ തർക്കത്തിന്
അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഒരു യാത്രയിൽ ഒരാളെ ഇങ്ങനെ അല്ലാതെ ഇങ്ങനെ അയാൾ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ വീശിക്കൊടുക്കുന്ന, അയാൾ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച കൊണ്ട് പ്രവാചകൻ അയാൾക്ക് പ്രവാചകൻ ചിന്ത പറ്റി. അപ്പം സഹാബത്ത് പറഞ്ഞു, സ്വായി നോമ്പുകാരനാണ്, തളർന്നു വീണുപോയി, അദ്ദേഹത്തെ നമ്മളൊന്ന് ശുശ്രൂഷിക്കുകയാണ്. അപ്പം അദ്ദേഹം പ്രവാചക തിരുമേനി അവിടെ പറഞ്ഞു, ലൈസ മിനൽ ബിർ അസ്സൗം ഫി സഫർ. ഇതൊരു നാടന്മാരുടെ ശൈലിയിൽ പ്രവാചകൻ പറയുന്നതായിട്ടുള്ള ഹദീസാണ്. ഈ യാത്രയിൽ നോമ്പ് നോൽക്കുന്നതിൽ അല്ലെങ്കിൽ പുണ്യമില്ല എന്നാണ് അതിന്റെ ശരിക്കും വാക്കർത്ഥം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു യാത്രയിൽ ഇങ്ങനെ പോയി, ആളുകൾ പിന്നെ ഒരു നീണ്ട യാത്ര, ഒരു വെള്ളമുള്ള പ്രദേശത്തെത്തിയപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളും അങ്ങനെ ചെയ്തു. മറ്റൊരിടത്ത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ നോമ്പ് മുറിച്ചിട്ട് നോമ്പ് മുറിക്കാത്ത ആളുകളെ കുറിച്ച് പിന്നെ ഒസാത്ത് എന്ന് വിളിക്കുന്നുണ്ട്. ആ സംഭവം എന്തെന്ന് വെച്ചാൽ, കഠിനമായ, ഇപ്പം നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കഠിനമായ ചൂട്, അപ്പോൾ അത് സൗദി അറേബ്യയിലാകുമ്പോൾ ഉണ്ടാകുന്ന മരുഭൂമിയിലുണ്ടാകുന്ന പശ്ചാത്തലം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു വികാരത്തിൽ നിന്നുകൊണ്ട് ഇത് കേൾക്കുക. വളരെ ശക്തമായ ആളുകളാകെ നോമ്പ് കൊണ്ട് പ്രയാസപ്പെട്ടു എന്ന് വളരെ വ്യക്തമാവുകയും അതൊരു പരാതി പോലെ വരികയും ചെയ്യുന്ന ഇന്നന്നാസ് അത് എന്നാ പദം. പ്രവാചകരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാനാണ് അവരിങ്ങനെ കാത്തു നിൽക്കുന്നത്. സഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തെത്തിപ്പോയിട്ടുണ്ടവർ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കപ്പ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ എല്ലാവരെയും കാണാൻ നോമ്പാട് മുറിച്ചു. അങ്ങനെ മുറിച്ചപ്പോ കുറച്ചു കഴിഞ്ഞും പ്രവാചകന്റെ അടുത്ത് ചിലവെന്ന് കംപ്ലൈന്റ് പറഞ്ഞു, നബിയെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചെങ്കിലും ചിലർ ഇപ്പോഴും നോമ്പിലാണ്. പ്രവാചകൻ പറഞ്ഞു, ഉലൈക്കൽ ഓസാത്ത്, ഉലൈക്കൽ ഓസാത്ത്. ഒരു പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യുകയും ആ പ്രവാചകനോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രവാചകനൊരു മാതൃക കാണിച്ചു കൊടുക്കുകയും എന്നിട്ട് ആ പ്രവാചകന്റെ മാതൃക തിരസ്കരിക്കുകയും ചെയ്ത ഓസാത്തുകളാണ് അവർ. ആ പരിപാടി ശരിയായില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇതിന്റെ ഹുക്ം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെയ്യുന്ന യാത്ര, ആ യാത്രയിൽ ഓപ്ഷൻ എനിക്കും നിങ്ങൾക്കും തന്നെയാണ്. ആ യാത്ര എനിക്ക് കഠിനമായി തോന്നുന്നുവെങ്കിൽ ആ യാത്രയിൽ നോമ്പ് ഒഴിവാക്കുവാൻ അള്ളാഹുവിന്റെ മതം പറയുന്നു, എനിക്ക് സമ്മതം തരുന്നു. ആ യാത്ര കൊണ്ട് എനിക്ക് നോമ്പിൽ ഒരു ക്ഷീണവും സംഭവിക്കുകയില്ല എന്നാണ് ആ യാത്രയിൽ എൻ്റെ ഒരു തീരുമാനമെങ്കിൽ അവിടെ നോമ്പെടുക്കാം എന്നതാണ് ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, പ്രവാചകനോടൊപ്പം ഞങ്ങൾ യുദ്ധയാത്രയിൽ വരെ പോവാറുണ്ട്. സഹാബത്ത് ഫമിന്നാ സായിം വമിന്നാ അൽ മുഫ്തിർ. ചിലരൊക്കെ നോമ്പെടുക്കും, ചിലരൊന്നും നോമ്പെടുക്കാറുമില്ല. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും കുറ്റപ്പെടുത്താനൊന്നും പോവാറില്ല. അതുകൊണ്ട് പൂർവ്വത്തുള്ള ആളുകൾ നോമ്പ് നിൽക്കും, ലാഫുള്ള ആളുകൾ നോമ്പ് നിൽക്കാറില്ല. ആരോഗ്യകരമായി പിന്നെ അതിന് കഴിയുമെങ്കിൽ അവർ നോമ്പെടുക്കാറുണ്ട്. ആരോഗ്യപരമായിട്ട് സാധിക്കാത്ത ആളുകൾ നോമ്പെടുക്കാറുമില്ല. അത് തന്നെയാണ് ആ വിഷയത്തിലുള്ള ഒരു ലൈൻ. ഈ കൃത്യമായി ഇന്നത്തെ യാത്രകൾ എന്ന് പറഞ്ഞാൽ ദൂരം നോക്കിയിട്ടൊന്നും ഒരു യാത്രയെ കണക്കാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്ഷീണമുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതൊക്കെ ആ യാത്രകളിലും സംഗതികളിലുമൊക്കെ നമ്മളുടെ ഒരു ശാരീരിക മാനസികമായ അവസ്ഥക്കനുസരിച്ച് ചെയ്യാം. യാത്രയിൽ നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റ് വീട്ടേണ്ടതാണ് എന്ന് ഓർമ്മ വേണമെന്ന് മാത്രം. പിന്നെ മറ്റൊന്ന്, തടസ്സങ്ങളിൽ നിന്ന് മുക്തരാവണം. നോമ്പ് നോൽക്കുന്നതിന് തടസ്സമുള്ള അവസ്ഥ, ഇതിൽ സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. അവരുടെ മാസമുറയും അതുപോലെ തന്നെ ഹൈലുൻ നിഫാസ് അതുപോലെയുള്ള സംഗതികൾ, ആ സംഗതികളിൽ നിന്ന് മുക്തരാവേണ്ടതുണ്ട്. അവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റുകൂട്ടാനേ പ്രവാചകൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഞങ്ങളോട് നഷ്ടപ്പെട്ട നമസ്കാരം നോമ്പ് നോറ്റ നഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റ് വീട്ടണമെന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിരുന്നു. നമസ്കാരം അങ്ങനെ ചെയ്യേണ്ടിയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവിൽ മാനസികവും ശാരീരികവുമായി തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അവരോടുള്ള സ്ത്രീകളോടുള്ള അവജ്ഞയോ
അല്ലെങ്കിൽ അയിത്തമോ ഒന്നുമല്ല ഈ സംഭവം. ഈ ആർത്തവകാലത്തുള്ള ഈ നിയമത്തിന്റെ ഇളവുകളുണ്ടല്ലോ, നമസ്കാര നോമ്പിലൊക്കെ ഉണ്ട്. അത് അവരോടുള്ള ഒരു പ്രത്യേക കാരുണ്യവും ഇസ്ലാമിന്റെ പരിഗണനയുമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചൊരു ഒരു പ്രകൃതിയുടെ ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഉംറക്കൊക്കെ പോയി ശീലമുള്ള കുറേ ആളുകൾ, ഇങ്ങനെ ഉംറ യാത്രയൊക്കെ ചെയ്യുന്ന കുറേ സഹോദരിമാര് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അവരന്ന് ചെയ്യുന്ന പണ്ഡിതന്മാരുടെ സമ്മതത്തോടു കൂടി ചെയ്തിരുന്ന സംഭവം ഉണ്ടാവും. ഈ ഡേറ്റ് ഒന്ന് കുറച്ചും കൂടി പിന്നോട്ട് വെച്ചിട്ട് പിന്നെ കൃത്യമായി ഉംറയിൽ നിന്നോ അല്ലെങ്കിൽ ഹജ്ജിൽ നിന്നോ ഒക്കെ പൂർണ്ണമായി അതിൻ്റെ സംഗതികൾ ഉൾക്കൊള്ളാൻ ഗുളിക കുടിക്കുന്ന സംഭവമുണ്ട്. അങ്ങനെ റമദാനിലും ആയിക്കൂടെ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. ആവാമെന്നാണ് ആധുനികരായ പണ്ഡിതന്മാരായ ആളുകൾ ആ വിഷയത്തിൽ നൽകിയ മറുപടി എന്ന് സൂചിപ്പിക്കുക. ഗർഭിണികളായ സ്ത്രീകൾ, മുലയൂട്ടുന്ന സ്ത്രീകൾക്കൊക്കെ നോമ്പ് ഒഴിവാക്കാനുള്ള ഇളവ് ഇസ്ലാമിലുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ ചോദിച്ച് പഠിക്കണം. നോമ്പിന് കുറേ ഫർളുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നോമ്പാവുള്ളൂ. വൃദ്ധകരെ പിന്നെ സുബൈ മുതൽ മഗ്‌രിബ് വരെ ഭക്ഷണം കഴിക്കാതിരുന്നു എന്നതുകൊണ്ട് നോമ്പ് ശരിയാവണമെന്നില്ല. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് നിയ്യത്ത് എന്ന് പറയുന്ന സാധനം. നിയ്യത്ത് എന്ന് പറയുന്ന സാധനം മനസ്സിൽ കരുതലാണല്ലോ. അങ്ങനെ കരുതണം. രാത്രിയിൽ നാളെ ഞാൻ നോമ്പെടുക്കുന്നുണ്ട് കരുതണം. റമദാൻ മാസത്തിൽ ഒരൊറ്റ കരുതൽ കരുതിയാൽ മതിയോ എന്നൊരു ചോദ്യം അപ്പം വരും. റമദാൻ ആകുമ്പോൾ തന്നെ ഈ റമദാൻ മുഴുവനും ഇൻഷാ അല്ലാഹ് നോമ്പെടുക്കണം എന്ന നിയ്യത്ത് അതിന് മതിയാകും എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ സുന്നത്ത് നോമ്പിന് അങ്ങനെ വേണമെന്ന്. സുന്നത്ത് നോമ്പ് രാത്രി കടന്നു, നേരം വെളുത്തതിന് ശേഷമാണ് ഇന്ന് നോമ്പാക്കാം എന്ന് തോന്നിയാൽ മതി. റമദാനിന് അങ്ങനെ പോരാ. കൃത്യം നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നിയ്യത്ത് കൃത്യമായി നോക്കുകയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിയ്യത്തിന്റെ ലഫ്ളുകൾ പറയേണ്ട ഒരൊറ്റ നിയ്യത്തേ ഉള്ളൂ. അത് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ മാത്രമാണ്. ഹജ്ജിനോ ഉംറക്കോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് കൃത്യമായി പറയണം. ലഫ്ള് ഉണ്ടാവണം. വേറെ ഒരു സ്ഥലത്തും ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഇത് ലഫ്ള് ഉണ്ടാവണമെന്നില്ല. അതിങ്ങനെ പിന്നെ ഉറങ്ങിപ്പോയ കുട്ടികളൊക്കെ വിളിച്ചുണർത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ പറയണമെന്നില്ല. നോമ്പിനെ കുറിച്ചുള്ള നോമ്പ് ബാത്തിലാവുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അവിടെ ഞാൻ നേരത്തെ ഓതി വെച്ചൊരു ഹദീസിൽ അജ്സിബിഹിക്ക് ശേഷം എന്ന ഒരു വാക്കുണ്ട്. എന്റെ കൂലി, എന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത് എന്നാണ്. വൈകാരികമായ ലൈംഗികപരമായ വികാരങ്ങളിൽ അവർ ഉപേക്ഷിക്കുന്നു, ഭക്ഷണവും ഉപേക്ഷിക്കുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, രാത്രി റമദാനിന്റെ രാവിലെ സ്ത്രീ പുരുഷ ബന്ധം അനുവദനീയമാണ്. അതൊരു പിശക് തിരുത്തിയതാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, പ്രത്യേകിച്ച് ഈ ചെറുപ്പക്കാരായ ദമ്പതികൾ ആയ ആളുകൾ, ഈ പുതിയ മണവാളന്മാരും മണവാട്ടിമാരും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ വിഷയത്തിൽ പിഴച്ചുപോയാൽ അഥവാ പകൽ നോമ്പനുഷ്ഠിക്കുന്ന പകൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെട്ടു പോയാൽ ഒരു സഹാബിയോട് പ്രവാചകൻ പറഞ്ഞ അതിന്റെ ഗൗരവം കൃത്യമായി പഠിക്കണം. ഒരു നോമ്പല്ലേ പോവുള്ളൂ എന്ന് വിചാരിക്കരുത്. പ്രവാചകൻ ആ സഹാബിയോട് ചോദിച്ച ചോദ്യമുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞു, അതുപോലെ റമദാനിന്റെ പകൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു പ്രവാചകരെ. നിനക്കൊരടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ? ഒരടിമയെ കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിക്കാൻ എന്തുമാത്രം റിസ്ക് ഉണ്ട്. അതാണ് അതിൻ്റെ ശിക്ഷ, അല്ല അതിൻ്റെ പ്രായശ്ചിത്തം. ശിക്ഷയല്ല, പ്രായശ്ചിത്തം. കഴിയൂല. നിനക്ക് സാധിക്കുമോ 60 ദിവസം 2 മാസം കണ്ടിന്യൂസ് ആയി നിർത്താതെ നോമ്പെടുക്കാൻ? ഇല്ല പ്രവാചകരെ, കഴിയില്ല. ഒന്നാമത്തെ ഓപ്ഷൻ നടക്കൂലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കുറച്ച് കടുപ്പം കുറച്ച്. ആ 60 മിസ്കീനിന് അന്നം കൊടുക്കാനാവുമോ? മൂന്നാമത്തെ ഓപ്ഷൻ കുറച്ചുകൂടി കടുപ്പം കുറച്ചപ്പോ ഇല്ല. ഈ ഒരു ഗൗരവം ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ പിന്നെ ഈ മനഃപൂർവ്വം ഉള്ള ഛർദി, അത്തരം ചില സംഗതികളാണ്. തിന്നാലും കുടിച്ചാലും നോമ്പ് മുറിയും.
പക്ഷേ ഭക്ഷണത്തിന്റെ ഈ പാകം ചെയ്യുന്ന അടുക്കളയിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പുരുഷന്മാരായാലും അവിടെ നമ്മൾ ഈ രുചി നോക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അതൊന്നും തീരെ പാടില്ല. നോമ്പ് മുറിഞ്ഞ് അങ്ങേയറ്റം വരെ പോയി പോകും എന്ന് കരുതിയിട്ട് ഒരു മാസക്കാലം പിന്നീട് ഭക്ഷണം നന്നാക്കാതെ പോകുന്ന വീടുകളൊക്കെ ഉണ്ടാവും. ഒന്ന് നാവിന് തുമ്പത്ത് വെച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ തുപ്പിക്കളഞ്ഞാൽ നോമ്പ് മുറിയുമോ? ഇല്ല എന്നതാണ് അതിന്റെ പ്രശ്നം. ഇബ്നു അബ്ബാസ് ഇങ്ങനെ ചെയ്യുന്നതിൽ ലാബസ് ഒരു കുഴപ്പവുമില്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നോമ്പ് മുറിഞ്ഞു പോകുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴല്ല, അത് ഗീബത്ത് പറഞ്ഞിട്ട, ആരാന്റെ പച്ചമാംസം തിന്നിട്ട, ആ ഇടപാട് നിർത്താതെ നോമ്പെടുക്കണ്ട. ആ ഇടപാട് കൊണ്ടാണ് ഈ നോമ്പുകളൊക്കെ നഷ്ടപ്പെടുക. ഈ റമദാൻ ക്ലാസ്സുകളിൽ ഇഷ്ടം പോലെ ആളുകളുടെ വായിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഹദീസായതുകൊണ്ട് ഞാനിപ്പോൾ വിവരിക്കുന്നില്ല. വളരെ ഗൗരവത്തിൽ മനസ്സിൽ വെക്കുക. മല്ലം യദഅ തആമഹു ലൈസ ലില്ലാഹി ഹാജ അയദഅ തആമഹു വശറാബഹു എന്ന് പറഞ്ഞതിന് മുമ്പിലുള്ള എന്താണ്? അപ്പൊ ആളുകളെ നാവ് കൊണ്ടോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന് വേണ്ടി തഖ്വ കൊണ്ട് ഒരുങ്ങിയ നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഉസീകും വഇയ്യായ സാനിയ്യൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ച് നന്നായി അതിനെ ആചരിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. നോമ്പുകാരൻ ചില ഇഷ്കാലുകൾ ഉണ്ട്. ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടുണ്ടോ? നോമ്പ് മുറിയുമോ? മുറിയില്ല. അതുപോലെ ചില വാക്സിനുകളായിപ്പെട്ടത്. പല്ല് പറിക്കാൻ പാടുണ്ടോ? പറിക്കാം. ആഹാരം തെളിവ് ചികിത്സയെ വയറ്റിലേക്ക് കണ്ടു പോരുന്നേ ഉള്ളൂ. രക്തദാനം ചിലപ്പോൾ നിർബന്ധമായി കൊടുക്കേണ്ടി നിർബന്ധിത സാഹചര്യത്തിൽ രക്തദാനം ചെയ്യേണ്ടി വന്നാൽ നിർബന്ധിത സാഹചര്യത്തിൽ എന്നുണ്ടേ അവിടെ നോമ്പ് മുറിയില്ല എന്നാണ് പണ്ഡിതന്മാരായ ആൾക്കാർ പറയുന്നത്. ഈ നോമ്പിൻ്റെ വുളുവിൻ്റെ കൂടെയുള്ള മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ, അതുപോലെ തന്നെയുള്ള സംഗതികളെ കുറിച്ച് വലിയ പേടി ആളുകൾക്കുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെയുള്ള സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട. ദന്തശുദ്ധീകരണം അനിവാര്യമായൊരു സാധനമാണ് റമദാൻ മാസത്തിലത്. അത് നിർത്തിവെക്കരുത്, ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അങ്ങനെ ചെയ്തിരുന്നു എന്നതിന് പ്രത്യേകം രേഖകളുണ്ട്. അതുകൊണ്ട് നോമ്പുകാരൻ പകൽ സമയങ്ങൾ കുളിക്കാൻ പോലും മറച്ചു നിൽക്കുന്ന ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. കുളിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ചൂട് കാരണം നമ്മൾ ചൂട് ശമിക്കാൻ വേണ്ടി കുളിച്ചാലോ അത് ഉച്ചയ്ക്ക് ശേഷമായാലോ എന്നൊക്കെ ഒരുപാട് പേടികളുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായാലോ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ചെയ്തിരുന്നതാണ്. ചൂടിൽ നിന്ന് രക്ഷ കിട്ടാനാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ AC റൂമിലിരിക്കുന്നത്. ഈ ജമാഅത്തുകൾക്ക് വരുമ്പോൾ നമ്മൾ AC ഇടുന്നത്, തറാവീഹിന് AC ഇടുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആ കുളിയെ കണ്ടാൽ മതി, അതിന് നോമ്പ് മുറിഞ്ഞു പോകുന്നു, പേടിക്കേണ്ടതില്ല എന്നാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാറുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നോമ്പ് എന്ന് പറയുന്ന ഈ സംഗതി ഇഖ്ലാസോട് കൂടി ചെയ്യണം എന്നത് തന്നെയാണ്. ഇഖ്ലാസോട് കൂടി ചെയ്യണം. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, ഇത് രണ്ടും ഉണ്ടാവണം. ഈമാനും ഇഹ്തിസാബും ഒക്കെ ഉണ്ടാവണം. അത്തായം കഴിക്കാതെ നോമ്പ് നോൽക്കരുത് എന്ന് പ്രവാചക തിരുമേനിയുടെ നിർദ്ദേശമുണ്ട്. അത്തായം പിന്തിപ്പിക്കണം എന്ന് പ്രവാചകന്റെ നിർദ്ദേശമുണ്ട്. നോമ്പ് തുറക്കൽ പിന്നെ അവിടെ വേഗത കാണിക്കണം എന്ന നിർദ്ദേശവും ഒക്കെയുണ്ട്. ഇതൊക്കെ നമുക്കറിയാലോ. ഇനി നോമ്പ് റമദാൻ മാസത്തെ സ്വീകരിക്കുന്നതിൻ്റെ മര്യാദയിൽ ഒരു സെന്റൻസ് കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നമ്മുടെ പിന്നെ കടപ്പുറം ഉൾപ്പെടെയുള്ള സംഗതികൾ 6:37 ഇന്ന് മാരിവാങ്ക് വിളിക്കും. പിന്നെ 26 മിനിറ്റ് കൂടി, അഥവാ 7:03 വരെ ചന്ദ്രക്കല പടിഞ്ഞാറൻ ചക്രവാളത്തിലുണ്ട്. ചക്രവാളത്തിലുണ്ട്. കണ്ടാൽ മാസം മാറും, കണ്ടില്ലെങ്കിലോ മാസം മാറില്ല. സുമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്
വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമൊക്കെ ഇഹ്ലാലിന്റെ ധർമ്മം എന്താണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഒരു ഹദീസിൽ പ്രവാചകൻ 3 കാര്യങ്ങൾ കൽപ്പിക്കുക, അതിൽ 2 സ്വീകാര്യമാണ്, 1 അസ്വീകാര്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിലൊന്ന് റമദാൻ തുടങ്ങുന്നത്, 1 റമദാൻ അവസാനിപ്പിക്കുന്നത്, 1 ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. 1 റമദാൻ ആരംഭിക്കുന്നത്, നോമ്പെടുക്കുന്നത്, 2 ചെറിയ പെരുന്നാൾ കഴിക്കുന്നത്, 3 വലിയ പെരുന്നാൾ കഴിക്കുന്നത്. ഇതിൽ 2 നിർദ്ദേശങ്ങൾ സാമൂഹ്യമായ ആചാരങ്ങളാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുകയും, എന്നാൽ പ്രവാചക തിരുമേനിയുടെ ആ നിർദ്ദേശങ്ങളിലെ ഒന്നിനെ അവഗണിക്കുകയും ചെയ്യാൻ ന്യായം കാണുന്നില്ല. അതുകൊണ്ട് ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെ നമ്മൾ റമദാൻ 1 പരിഗണിക്കും. കണ്ടില്ലെങ്കിലോ, കഴിഞ്ഞ മാസം 55 മിനിറ്റ് ഉണ്ടായിരുന്നു ചക്രവാളത്തിൽ. കഴിഞ്ഞ മാസം 55 മിനിറ്റ് ഉണ്ടായിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞാണ് ചിലർ ഈ മാസം 30 ആ 30-ൽ നിന്ന് 28 എന്ന് വാദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സംഭവിച്ചത്? അതൊക്കെ വേറെ പഠിക്കേണ്ട വിഷയങ്ങളാണ്. 58 മിനിറ്റ് ഉണ്ടായിട്ട് കണ്ടില്ല, അപ്പൊ 26 മിനിറ്റിന് കാണാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. മാസം കണ്ടു എന്ന അറിയിപ്പ് കൃത്യമായി കിട്ടിയാൽ നാളെ റമദാൻ 1 മാസം കണ്ടില്ല എന്നാണ് അറിയിപ്പ് കിട്ടുന്നതെങ്കിൽ നാളെ ഈ മാസം 30 എന്നതാണ് ആ വിഷയത്തിലെ കൃത്യമായ ഒരു ലൈൻ. അവിടെ ഇനി നമ്മളിങ്ങനെ തർക്കിക്കാൻ വേണ്ടിയുള്ള സംഗതികളാക്കി ഇതിനെ മാറ്റിയിട്ട് കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അള്ളാഹുവിന്റെ ദീൻ പഠിച്ചാചരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ മാസത്തിൽ നമ്മളുടെ ഇശാഇന്റെ നമസ്കാരം രാത്രി 8:30 തുടങ്ങുക. തറാവീഹ് 8:50 എന്ന് ശ്രദ്ധയിൽ വെക്കണം എന്നുകൂടെ ഉണർത്തുകയാണ്. ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് റമദാനിൽ ഇനി ആ കലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്നത്തെ കലക്ഷൻ അതിൻ്റെ ഗൗരവത്തിൽ കണ്ട് നന്നായി സംഭാവന അർപ്പിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇനി 2-ാം തീയതി ചൊവ്വാഴ്ച റമദാൻ പ്രഭാഷണം നടക്കുന്നുണ്ട് സ്കൂളിൽ വെച്ചിട്ട്. അഹമ്മദ് അനസ് മൗലവിയാണ് സംസാരിക്കുന്നത്. 10 മണി മുതൽ 12 മണി വരെയാണ് ചൊവ്വാഴ്ച. ഞായറാഴ്ച ഈ ക്ലാസ് ഉള്ളത്. അതിൽ കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണങ്ങൾക്ക് ഒരാഴ്ചയിൽ 1-2 രൂപത്തിലൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ആളുകൾ പിരിഞ്ഞു പോവുകയാണ്. നമ്മളെ കൂടെ കഴിഞ്ഞ ഈ ജുമായിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പുളിക്കലകത്ത് അംസ സാഹിബ് മരണപ്പെട്ടു. നിങ്ങൾക്കറിയാം, മേധസ്കാരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഇരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ സകല ദോഷങ്ങളും പിഴവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തു സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം കുടുംബത്തിലുണ്ടായ നഷ്ടം സഹിക്കുവാനും പൊറുക്കുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ക്ഷമ അങ്ങേയറ്റം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ രാപ്പകലുകളെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ട് റിയാൻ കവാടത്തിലൂടെ സ്വർഗത്തിലെത്താൻ, നിന്റെ സുഖലോക സ്വർഗത്തിലെത്താൻ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുവാനും ഞങ്ങൾക്ക് കൂടുതൽ നന്മകൾ ചെയ്യുവാനുള്ള അവസരമായി റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നീ ഞങ്ങൾക്ക് പ്രത്യേകം അനുഗ്രഹം ചൊരിയണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ സകല ദോഷങ്ങളും റമദാൻ വഴി വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് റമദാനിൽ നോമ്പെടുക്കാൻ ആവശ്യമായ രൂപത്തിൽ, ഉതകുന്ന രൂപത്തിൽ അവരുടെ രോഗത്തിന് നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ മാനസികമായി തീ തിന്നുന്ന ആളുകൾക്ക് നീ ആഫിയത്ത് നൽകണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഗൃഹാന്തരീക്ഷങ്ങൾ, വീട്ടിലെ ചുറ്റുപാടുകളും അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇസ്ലാമികമായി പരിവർത്തിപ്പിക്കുവാൻ പറ്റിയ ഈ സുന്ദര മുഹൂർത്തത്തെ ഉപയോഗപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് ഹൃദയ വിശാലതയും തോന്നിച്ചയും തൗഫീഖും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്